കണ്ട ഇതാണ് ആ ചെക്കൻ്റെ ഫേസ്. ചെക്കൻ കണ്ണാടിക്ക് നോക്കണ്ടേ? ബ്രിട്ടാനിയ ബിസ്കറ്റ് നിന്നിട്ട് അതിന് എന്ത് ചെക്കൻ, ഏതാണ് ചെക്കൻ? എടാ മരത്തവളെ, സുരേഷ് ഗോപിനെയും ജോൺ ബ്രിട്ടാസിനെയൊക്കെ എങ്ങനെയാണോ കംപ്ലൈൻറ്റ് ചെയ്യുക? ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ എവിടെ? സുരേഷ് ഗോപി എന്താണ്? ജനങ്ങൾ വെറുക്കപ്പെട്ട വ്യക്തിയാണ്. അവിടെ ജയിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? വോട്ട് ചെയ്ത് ജയിച്ചതൊന്നുമല്ല, അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിച്ചൊന്നുമില്ല. മരത്തവളെ, ആദ്യം നിന്റെ മോന്ത നോക്കണം മരത്തവളെ, പൊട്ടൻ മരത്തവള. ഈ വീഡിയോസ് ഒന്ന് ഫുള്ള് കാണിട്ടോ, ഫുള്ള് കാണി. ധൈര്യമുണ്ടോ ബ്രിട്ടാസ് നിനക്ക്? അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ബദലായി നിന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ വെല്ലുവിളിക്കുന്നു നിന്നെ ഞങ്ങൾ. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് തിന്ന് കുട്ടിയുടെ സ്വഭാവമുള്ള ബ്രിട്ടാസിന് എന്ത് പറ്റി? കമ്മി എന്ന പേരിൽ അറിയപ്പെടുന്ന ജോൺ ബ്രിട്ടാസെ, നിനക്കൊന്ന് അന്തമില്ലേ? നീയൊക്കെ സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. സുരേഷ് ഗോപി ജനങ്ങളെ എടീക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത എം പി ആണ്. നീയോ രാജ്യസഭയിൽ നിന്ന് കെട്ടിത്തൂക്കി ഇറക്കിയ ഒരു എം പി. ധൈര്യമുണ്ടോ ബ്രിട്ടാസ് നിനക്ക്? അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ബദലായി നിന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ വെല്ലുവിളിക്കുന്നു നിന്നെ ഞങ്ങൾ. ധൈര്യമുണ്ടെങ്കിൽ, ആണാണെങ്കിൽ, നീ ഒരു കമ്മിയാണെങ്കിൽ, നീ ഒരു കമ്മി സർക്കാരിന്റെ പിണറായി വിജയന്റെ പാവയാണെങ്കിൽ, നീ ധൈര്യമുണ്ടെങ്കിൽ തൃശ്ശൂരിലേക്ക് വാ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എവിടെയാണോ സുരേഷ് ഗോപി മത്സരിക്കുന്നത് അവിടെ നിന്നിട്ട്, കട്ടക്ക് നിന്നിട്ട്, രാജ്യസഭയിൽ നീ പോട്ടി സംസാരിക്കുന്നുണ്ടല്ലോ, അതുപോലെ നീ നിന്നിട്ട് മത്സരിക്കാനുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ചങ്കൂറ്റത്തോട് വെല്ലുവിളിക്കുന്നു. സുരേഷ് ഗോപിയുടെ മൂട്ടിൽ നിന്നിട്ട് അതിന്റെ എന്താ പറയാ, ആ സ്മെല്ല് ആസ്വദിക്കാനുള്ള ഒരു യോഗ്യത പോലും നിനക്ക്. ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഒരു മരത്തവളെ കുറിച്ചാണ്. ഒരു മരത്തവള. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ചിരിക്കലില്ല. ഞാനൊരു 10 പ്രാവശ്യം വീഡിയോസ് കണ്ടിരുന്നു. ഞാനാകെ ചിരിച്ച വീഡിയോ 2 വീഡിയോസ് കണ്ടതിന്റെ 10 പ്രാവശ്യം കണ്ട വീഡിയോസ്. ഒന്ന് PC ജോർജിനെ സ്റ്റേജിലിട്ടിട്ട് ഒരു MLA ആട്ടിവിട്ട രംഗം. PC ജോർജിനെ സ്റ്റേജിലിട്ടിട്ട് ഒരു MLA ആട്ടിവിട്ടു. അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസിനെ തെറി പറയുന്ന ഒരു മരത്തവള ഉണ്ട്. മരത്തവള കണ്ണൊക്കെ പാടങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അംബാസഡറിന്റെ ലൈറ്റ് മാതിരി തോന്നും. പഴയ അംബാസഡർ കാറില്ലേ, അതിന്റെ ലൈറ്റ് മാതിരി തോന്നും ആ മരത്തവളന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ളൊരു കണ്ണ്. അപ്പോൾ പറഞ്ഞെന്താ അറിയോ? പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയുമായിട്ട് മത്സരിക്കണമെങ്കിൽ ഇനിയൊരു ജന്മം ജയിക്കണം. സുരേഷ് ഗോപി ജനങ്ങൾ ജയിപ്പിച്ചതാണ്. സുരേഷ് ഗോപിനെ സത്യം പറഞ്ഞാൽ പിണറായി ജയിപ്പിച്ചതാണ് സുരേഷ് ഗോപിയെ. ഞാനും CPM-കാരനാണ്. പക്ഷെ നമുക്ക് ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. സുരേഷ് ഗോപി അവിടെ ജയിപ്പിച്ചത് പിണറായിയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഉള്ളിൽ ഒരുപാട് കളിയിടുന്നുണ്ട് പിണറായിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ മരത്തവള പറഞ്ഞൊന്ന് കേൾക്കുക. നിങ്ങൾ ഈ 2 വട്ടം 4 വട്ടം കേൾക്കണം. ഒരു മരത്തവള കണ്ണൊക്കെ ഇങ്ങനെ അംബാസഡറിന്റെ കണ്ണുമാതിരിയുള്ള ലൈറ്റുമാതിരിയുള്ള മരത്തവള. അത് കാണിട്ടോ ആ വീഡിയോസ്. ഒരു മരത്തവള, എന്തിട്ട് ചെക്കനാണ് ചെക്കൻ. എന്റെ വാലാട്ടിയായി നിന്നുകൊണ്ട് നിയമസഭയിലേക്ക് തള്ളിവിട്ട ആളല്ല ഇന്ന് സുരേഷ് ഗോപി. അത് നീ മനസ്സിലായിക്കോ. ആ സുരേഷ് ഗോപിക്ക് കട്ടക്ക് നിന്ന് മത്സരിക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ സുബൈർ ബാപ്പു നിന്നെ വെല്ലുവിളിക്കാം. നമുക്ക് നോക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ നീയും ഞാനൊക്കെ ജീവനോടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ബദലായി നീ മത്സരിക്കാൻ ഇറങ്ങണം. അതിന് പിണറായി വിജയനും കമ്മിക്കൂട്ടങ്ങൾക്കും നിന്നെ ഇറക്കി വിടാൻ ധൈര്യമുണ്ടോ? കെട്ടിവെച്ച കാശ് പോലും നിനക്ക് കിട്ടൂല. നിന്റെ ഈ വാചകടിയും പച്ച നുണയും ഞങ്ങൾ നിനക്ക് ചൂരിട്ടി മടക്ക് നിന്റെ മുഖത്തേക്ക് എറിയും. മനസ്സിലായോ? ബ്രിട്ടാനിയ തിന്നുന്ന ബ്രിട്ടാസെ.